ഫ്രണ്ട്സ്, ദിവസവും രാവിലെ ഉറക്കം പോരാതെ വളരെ ടയർഡായിട്ട് എണീക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് രാത്രി നേരത്തെ കിടന്ന് ഈ ക്ഷീണം തീർക്കണമെന്ന്. ബട്ട് അടുത്ത മോർണിംഗിലും ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിൻ്റെ കാരണം നിങ്ങളിൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടല്ല, ഉറങ്ങുന്നതിൻ്റെയും രാവിലെ എണീക്കുന്നതിൻ്റെയും ഇടയിൽ നിങ്ങളുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ബോഡി താനെ റിക്കവർ ആകില്ല. അത് റിക്കവറാകാൻ വേണ്ടി നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരു പെർഫെക്റ്റ് നൈറ്റ് റൂട്ടീനെ പറ്റിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മൊത്തം മാറ്റിമറിക്കും. കാരണം നിങ്ങളുടെ നൈറ്റ് റൂട്ടീൻ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഡേ ടൈമിൽ നിങ്ങളിങ്ങനെ ടയർഡായിട്ട് ഫീൽ ചെയ്യില്ല. നമ്പർ 1, നോ ഫുഡ് 2 hours ബിഫോർ ബെഡ്. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇത് തെറ്റാണ്. കാരണം നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ ശരീരം ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യും. ബ്ലഡ് ഫ്ലോ നിങ്ങളുടെ വയറ്റിലേക്ക് എത്തും. ശരീരം ചൂടാകും. നിങ്ങളുടെ സിസ്റ്റം മൊത്തം ആക്റ്റീവ് ആകും. എന്നാൽ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കണമെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നടക്കണം. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം റെസ്റ്റ് എടുക്കില്ല. ഭക്ഷണം ദഹിപ്പിക്കാനായി ആക്റ്റീവ് ആകും. സോ നിങ്ങളുടെ ബോഡിക്ക് റിക്കവർ ആകാനുള്ള സമയം ലഭിക്കില്ല. സോ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ വളരെ ടയേർഡായിട്ട് ഫീൽ ചെയ്യും. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ ഉറങ്ങാൻ പോകുന്നതിന് 2-3 മണിക്കൂർ മുന്നേ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ച് കംപ്ലീറ്റ് ആക്കുക. ഇതിലൂടെ നിങ്ങളുടെ സിസ്റ്റം റിലാക്സ്ഡ് ആയിട്ട് മാറും. നമ്മൾ കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരിക്കലും താനെ റിക്കവർ ആകാൻ സാധിക്കില്ല. നമ്പർ 2, റെഡ്യൂസ് ദ ബ്ലൂ ലൈറ്റ് ഇൻ ദ നൈറ്റ്. രാത്രി സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ ജോലി ഇത് മാത്രമാണ്. മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്ത് ബോഡിയെ ഓഫാക്കി റിക്കവറി മോഡിലേക്ക് കൊണ്ടുപോവുക. എന്നാൽ നിങ്ങൾ ഫോണിൽ റീൽസ് കാണുന്ന ഓരോ നിമിഷവും ഇത് ഡിലേ ആവുകയാണ്. ഡീപ്പ് സ്ലീപ്പിന് മെലാറ്റോണിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു തിയറി അല്ല, ഇത് നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കുന്ന ഒരു ബയോളജിയാണ്. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നാൽ മൊബൈൽ മാറ്റിവെച്ച് അതിലെ നൈറ്റ് മോഡ് ഓൺ ആക്കുക. ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ ലൈറ്റ് എല്ലാം ഡിം ചെയ്യുക. ആ ഒരു ഇരുട്ടാണ് നിങ്ങളുടെ ബ്രെയിനിന് സിഗ്നൽ നൽകുന്നത് ഇപ്പോൾ ഉറങ്ങാനുള്ള സമയമാണെന്ന്. നിങ്ങൾക്ക് ഉറക്കം വരാത്തത് നിങ്ങളുടെ ബ്രെയിനിന് തെറ്റായിട്ടുള്ള സിഗ്നൽ ലഭിക്കുന്നത് കൊണ്ടാണ്. സോ ആ ഒരു സിഗ്നൽ കറക്റ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉറക്കം താനെ വരും. നമ്പർ 3, ഹോട്ട് വാട്ടർ ബാത്ത് പ്ലസ് സ്കിൻ കെയർ. ഹോട്ട് വാട്ടർ ബാത്ത് നിങ്ങളുടെ രക്തോട്ടത്തെ ചർമ്മത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വലിച്ചെടുക്കുന്നു. സോ നിങ്ങൾ പുറത്തു വന്നതും ശരീരത്തിൽ ചൂട് പെട്ടെന്ന് കുറയും. ഈ ഒരു ടെമ്പറേച്ചർ മാറ്റമാണ് നിങ്ങളുടെ ബ്രെയിനിന് ഈ ഒരു സിഗ്നൽ നൽകുന്നത് ഇന്നത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി, ഇനി റിക്കവറിക്കുള്ള ടൈമാണെന്ന്. ശേഷം സ്കിൻ കെയറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് നിങ്ങളുടെ സ്കിന്നും റിക്കവർ ആകുന്നത്. നശിച്ച സെൽസ് എല്ലാം പോയി കൊളാജൻ രൂപാന്തരപ്പെടുന്നത്. സോ ഇതിനായിട്ട് ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. ഇത് ആഡംബരമല്ല, ഇത് നിങ്ങൾക്ക് തന്നെ നൽകുന്ന സെൽഫ് റെസ്പെക്റ്റ് ആണ്. ഫ്രണ്ട്സ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും കരിയറിലാണെങ്കിലും ഒരു ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ ഇപ്പോഴുള്ള ഈ ഒരു വീക്ക് മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു വാരിയർ മൈൻഡ് സെറ്റ് നിങ്ങളിൽ ബിൽഡ് ചെയ്യണമെന്ന് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സോ ഇതൊക്കെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും. സോ ഒരു വാരിയർ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്പർ 4, റിവ്യൂ യുവർ ഡേ ആൻഡ് പ്ലാൻ ഫോർ ടുമാറോ. ഭൂരിഭാഗം ആളുകളും ഒരു ദിവസം കഴിയുമ്പോൾ ആ ഒരു ദിവസത്തെ പറ്റി ഒന്നും ചിന്തിക്കാതെ യാതൊരു പ്ലാനും ചെയ്യാതെയായിരിക്കും അടുത്ത ദിവസത്തേക്ക് കടക്കുക. സോ വീണ്ടും അവർ ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. സോ നൈറ്റ് ഒരു ബുക്ക് എടുത്ത് ഇന്ന് എന്തൊക്കെയാണ് ശരിയായിട്ട് ചെയ്തത്, എന്തൊക്കെയാണ് തെറ്റായിട്ട് ചെയ്തത്, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഇതെല്ലാം എഴുതുക. ശേഷം നാളെ നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ 3 ടാസ്കുകളും അതിലെഴുതുക. നിങ്ങൾ എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ അറിഞ്ഞിരിക്കണം അന്നേ ദിവസം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെ നിങ്ങൾ എല്ലാം എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂഷൻസ് പോയി ഒരു ക്ലാരിറ്റി വരും. സോ നല്ല ക്ലാരിറ്റി വരുമ്പോൾ നിങ്ങളുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് മാറും. ഇതിലൂടെ നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കും. നമ്പർ 5, സ്ലീപ്പ് അറ്റ് എ ഫിക്സഡ് ടൈം. നിങ്ങളുടെ ബോഡി ഒരു ബയോളജിക്കൽ ക്ലോക്ക് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്, അതാണ് കൺസിസ്റ്റൻസി.
ദിവസവും ഓരോ സമയത്താണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു ക്ലോക്ക് റീസെറ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ നമ്മളുടെ ബ്രെയിൻ എപ്പോൾ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആകും. സോ ഇതിനുള്ള സിമ്പിൾ സൊല്യൂഷൻ എന്താണെന്നാൽ നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്യുക, എല്ലാ ദിവസവും ആ ഒരു സമയത്ത് ഉറങ്ങുക. ഇവിടെ നിങ്ങൾ യാതൊരു എക്സ്ക്യൂസും പറയരുത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ആ ഒരു ടൈം എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആകും. സോ നിങ്ങളുടെ ബോഡിയെയും നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ബട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷവും പഴയതുപോലെ തന്നെ ആയിട്ട് മാറും. എന്നാൽ ചില ആളുകൾ മാത്രം ഇന്ന് മുതൽ അവരുടെ ലൈഫിനെ പുതിയൊരു ഡയറക്ഷനിലേക്ക് നയിക്കും. സോ നിങ്ങളുടെ ഈ ഒരു തീരുമാനമാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. സോ ഇതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ അപ്പോൾ ഐ ആം റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.